എന്റെ കുട്ടി സങ്കടപ്പെടേണ്ട, മോന് ഇവിടെ വന്നിട്ട് ഇമ്മച്ചി ഇറച്ചി ഉണ്ടാക്കി തരണ്ടട്ടോ. ഇതും പറഞ്ഞു വെച്ചതാണ് ഉമ്മ. ഡാ, നിനക്കൊരു ഫോൺ കോൾ ഉണ്ട്, വേഗം ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. കൂട്ടുകാരൻ വന്ന് വിളിച്ചപ്പോഴാണ് ഓർമ്മകളിൽ നിന്നും ഞെട്ടിയുണർന്നതും ഞാൻ വേഗം ഓഫീസിലേക്ക് ഓടി. അന്ന് വരെ തോളിൽ കൈയിടാത്ത പല മനുഷ്യരൊക്കെയും അന്നെന്റെ തോളത്ത് തട്ടി. മോനൊന്ന് വീട് വരെ പോയിട്ട് വാ. അപ്പോഴും വീടണയാനുള്ള സന്തോഷത്തിൽ ഞാൻ മാത്രം അവിടെ ചിരിച്ചു നിന്നു. വീട്ടിൽ ആരൊക്കെയോ ഉണ്ട്. തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആളുകളെ കണ്ടപ്പോഴേ എന്റെ കാലുകൾ തളർന്നു. ശബ്ദമിടറി ഉമ്മാന്ന് വിളിച്ച് ഞാൻ അകത്തേക്ക് പാഞ്ഞു കയറി. അന്ന് ഉമ്മ തരാനും കെട്ടിപ്പിടിക്കാനും ഉമ്മ വന്നില്ല. അകത്തേക്ക് കയറിയതും എന്റെ ഉമ്മയുണ്ട് നിസ്കാരക്കുപ്പായത്തിൽ ചിരിച്ചു കിടക്കുന്നു. ഉമ്മ, ഞാനിതാ വന്നു ഉമ്മ, ഒന്ന് കണ്ണു തുറക്കുമ്മ, ഒന്ന് വിളിക്കുമ്മ, ഒന്ന് കെട്ടിപ്പിടിക്കുമ്മ. എത്ര ആർത്ത് കരഞ്ഞിട്ടും എന്റെ ഉമ്മ കണ്ണു തുറന്നതേയില്ല. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മ അന്ന് ഞങ്ങളെ കൂട്ടാതെ ഒറ്റക്ക് പള്ളിക്കാട്ടിലേക്ക് യാത്രയായി. ഉമ്മയില്ലാത്ത ആ വലിയ കെട്ടിടത്തിൽ എല്ലാം നഷ്ടപ്പെട്ടൊരു നനഞ്ഞ കിളിയെ പോലെ ഞാൻ തളർന്നിരുന്നു. കരഞ്ഞു തളർന്ന പെങ്ങൾ എനിക്ക് ഉമ്മാന്റെ മുസാഫ് നീട്ടി. ഓതി ഓതി നിറം മങ്ങിയ യാസീൻ പേജുകൾ പൂർത്തിയാക്കാനാവാതെ ഞാൻ ഒരുപാട് നേരം കരഞ്ഞു. സമാധാനിപ്പിക്കാൻ ഉപ്പാന്റെ പെരുത്ത കൈകൾ എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ദാ, ഇപ്പോഴത്തെ മോന് വന്നാൽ അവന് നൽകണം. കലിമ ചൊല്ലി പറയും മുമ്പേ ഇത് പറഞ്ഞിട്ടാണ് ഉമ്മ പോയത്. മോനൊരു സമ്മാനമുണ്ട് കേട്ടോ. ഉമ്മാന്റെ ശബ്ദം അവന്റെ ചെവിയിൽ ആഞ്ഞു പതിച്ചു. കരഞ്ഞു തളർന്ന കണ്ണുകളുമായി അവൻ മെല്ലെ അത് തുറന്നു നോക്കി. ഹൂദിന്റെ മണമുള്ളൊരത്തർ, കൂടെ ഒരെഴുത്തും. എന്റെ കുട്ടീനെ ഇനി എന്നും ഈ ഹൂദ് മണക്കണം. എന്റെ മോന് വേണ്ടി ഉമ്മാന്റെ ഫോണ് വിറ്റ് വാങ്ങിയതാണിത്, ആർക്കും കൊടുക്കരുത്. പകരം ഉമ്മാന്റെ ഖബറിലേക്ക് എന്നും ഒരു യാസീൻ ഓതണേ. ഞാനില്ലെങ്കിലും എന്നെ കാണാൻ മോൻ വരുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അടുക്കളയിൽ മോൻക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നെയ്ച്ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉമ്മ. മോൻ വിശന്നിരിക്കണ്ട, വേഗം പോയി കഴിച്ചോണ്ടി. എല്ലാം ഇട്ടെറിഞ്ഞ് അവൻ അടുക്കളയിലേക്ക് ഓടി. ഹൃദയത്തിലെ മൂടിവെച്ച സ്നേഹം പോലെ എനിക്കായി ഉണ്ടാക്കിയ നെയ്ച്ചോർ ഉമ്മാന്റെ തണുത്ത ശരീരം പോലെ തണുത്തുറച്ചിരുന്നു. സ്നേഹദാഹത്തിൽ കൊതി തീരാതെ അവൻ ഉമ്മാന്റെ നനവുണങ്ങാത്ത മീസാൻ കല്ലിലേക്ക് ഓടിപ്പോയി. അസ്സലാമു അലൈക്കും യാ ഉമ്മി.